മലപ്പുറം വിഭജിക്കണമെന്ന് കാന്താപുരം ഉസ്താദ് വന്ന് പറഞ്ഞാല് ഉസ്താദ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം നടപ്പാക്കണമെന്നുണ്ടോ? ഇന്ന് കാന്താപുരം ഉസ്താദ് പറഞ്ഞതുപോലെ നാളെ കുറച്ച് ഹിന്ദുക്കൾ വന്നിട്ട് അവർക്കൊരു ഏരിയ വിഭജിക്കണം, അല്ലെങ്കിൽ കുറച്ച് ക്രിസ്ത്യാനികൾ വന്നിട്ട് അവർക്ക് കുറച്ച് ഏരിയ വിഭജിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്യവയോധികരായ കാന്തപുരം ഉസ്താദിനെയും മുസ്ലിങ്ങളെയും, പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരെ കാലാകാലങ്ങളായി സംഘപരിവാർ മുസ്ലിം വിരുദ്ധർ നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടാൻ സഹായിക്കുന്നതോ അത്തരത്തിലുള്ള അവരുടെ നീക്കങ്ങൾക്ക് കരുത്ത് പകരാൻ അല്ലെങ്കിൽ മൈലേജ് പകരാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ്. സഹോദരി, നമുക്കറിയാത്ത വിഷയങ്ങളിൽ മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്നത് പോലെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മാന്യതയാണ്. നമ്മുടെ കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല കാസർഗോഡ് ജില്ലയാണ്. അതുവരെ നമുക്ക് 13 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. 1984 കാസർഗോഡ് ജില്ല രൂപീകൃതമാവുന്നത്. കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്. എന്തിനാണ് കണ്ണൂർ ജില്ലയെ വിഭജിച്ച് മറ്റൊരു ജില്ല രൂപീകരിച്ചതെന്ന് സഹോദരിക്കറിയുമോ? അത് സഹോദരി വിചാരിക്കുന്നത് പോലെ അക്കാലത്ത് ആർക്കെങ്കിലും പ്രത്യേകമായ മതപരമായ വിശ്വാസപരമായ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിലായിരുന്നില്ല. കുറേ പേർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്നോ ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ പ്രത്യേകമായ ഒരു പ്രദേശം വേണം എന്ന ഉദ്ദേശത്തിലൊന്നുമല്ല അന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയെ രണ്ടായി മുറിച്ചത്. അതിൻ്റെ കാരണം ഉയർന്ന ജനസംഖ്യാ നിരക്കായിരുന്നു. 1984 കണക്കനുസരിച്ച് ഏതാണ്ട് 28 ലക്ഷത്തിന് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയെ മുറിച്ച് കാസർഗോഡ് ജില്ല കൂടി രൂപീകരിച്ചത്. ഇനി നിലവിൽ ജില്ലാടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനസംഖ്യ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 2011 കണക്കുകൾ വെച്ച് നോക്കിയാൽ 47 ലക്ഷമാണ് മലപ്പുറത്തെ ജനസംഖ്യ. ഇപ്പോൾ അതൊരു പക്ഷേ 50 അടുക്കുകയോ അല്ലെങ്കിൽ 50 മുകളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സേവനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാത്തിലുമുപരി അടിസ്ഥാന സൗകര്യം എല്ലാവരിലേക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി 28 ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയെ രണ്ടായി മുറിച്ച് കാസർഗോഡ് എന്നൊരു പുതിയ ജില്ല രൂപീകരിക്കാമെങ്കിൽ 50 ലക്ഷമോ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയെ എന്തുകൊണ്ട് രണ്ടായി വിഭജിച്ചുകൂടാ? ഭരണപരമായ സൗകര്യങ്ങൾ അവർക്ക് വേണ്ടേ? അടിസ്ഥാന സൗകര്യങ്ങൾ അവരിലേക്കും എത്തണ്ടേ? കൃത്യമായ സർക്കാർ സേവനങ്ങൾ അവർക്കും മുടങ്ങാതെ ലഭ്യമാവണ്ടേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലപ്പുറത്തിന് ശ്വാസം മുട്ടുകയാണ്. അത് ഈ വെള്ളാപ്പള്ളി നടേശനും സംഘപരിവാറും ഒക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ശ്വാസം മുട്ടലല്ല. ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ഭരണപരമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട സർക്കാർ സേവനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ആ വിഷയം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സഹോദരി കാന്തപുരം ഉസ്താദ് കാലിക പ്രസക്തമായ ആവശ്യം മുന്നോട്ട് വെച്ചത്.